ഷാറൂഖ് ഖാന്റെ മകൻ സംവിധായകനായ ബാഡ്സ് ഓഫ് ബോളിവുഡ് വെബ് സീരീസിനെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് മുൻ NCB ഉദ്യോഗസ്ഥനായ സമീർ വാങ്കഡെ. ആര്യൻ ഖാൻ പ്രതിയായിരുന്ന ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾ ഇപ്പോഴെത്തിയിരിക്കുന്നത്. സമീർ വാങ്കഡെ പകപോക്കുകയാണെന്ന ആരോപണമാണ് സിനിമാ ലോകത്ത് നിന്ന് ഉയരുന്നത്. ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന ഹിന്ദി വെബ് സീരീസ് അതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ് ഉടമകളായിട്ടുള്ള ഷാറൂഖ് ഖാനും ഭാര്യ ഗൗരി ഖാനും പിന്നെ ഈ ബാഡ്സ് ഓഫ് ബോളിവുഡ് പ്രദർശിപ്പിക്കുന്ന നെറ്റ്ഫ്ലിക്സ് ഇത്രയും പേരെയാണ് പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നത്. സമീർ വാങ്ഡെയും അതുപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയെയും മോശമായി ചിത്രീകരിച്ചു, സമീർ വാങ്ഡെയുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം ആരോപിച്ച് 2 കോടി രൂപയാണ് മാനനഷ്ട ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ആ 2 കോടി രൂപ പക്ഷേ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി നൽകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഹർജിക്ക് ആസ്പദമായിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലം പോകുന്നത് 2021 ഒരു കേസാണ്. മുംബൈയിലെ ആഡംബര കപ്പലിൽ നടന്നിട്ടുള്ള റെയ്ഡും അതിലെ മയക്കുമരുന്ന് കേസും. അന്ന് ഷാറൂഖ് ഖാൻ്റെ മകനായിട്ടുള്ള ബാഡ്സ് ഓഫ് ബോളിവുഡിൻ്റെ സംവിധായകനായിട്ടുള്ള ആര്യൻ ഖാനെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അന്നത്തെ മുംബൈ സോണൽ ഡയറക്ടറായിട്ടുള്ള സമീർ വാങ്ഡെ അറസ്റ്റ് ചെയ്യുന്നു. 24 ദിവസമാണ് ആ കേസിൽ ആര്യൻ ഖാൻ ജയിലിൽ കിടന്നത്. മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് അന്നത്തെ കേസ്. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ മറ്റൊരു അന്വേഷണ സംഘം ആ കേസ് തള്ളിക്കളഞ്ഞു. സമീർ വാങ്ഡെയുടെ അന്വേഷണത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയത്. അവിടെ നിന്നും കാര്യങ്ങൾ കുറച്ചുകൂടി രാഷ്ട്രീയവത്കരിക്കപ്പെട്ടു. അതായത് സമീർ വാങ്ഡെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അതിനു മുമ്പ് വളരെ സൽപ്പേരുണ്ടായിരുന്ന, കൃത്യമായി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ഉദ്യോഗസ്ഥൻ, പക്ഷേ ഷാറൂഖ് ഖാൻ്റെ മകനായതുകൊണ്ട് ഉന്നം വെച്ചു എന്നുള്ള കാര്യം മാത്രമല്ല 25 കോടി രൂപ ഷാറൂഖ് ഖാൻ്റെ പക്കൽ നിന്നും കൈക്കൂലിയായി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് അന്നുയർന്ന ഏറ്റവും വലിയ ആരോപണം. അത് ആര്യൻ ഖാന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രമല്ല എല്ലാ തരത്തിലും അവിടെ സമീർ വാങ്ഡെക്കെതിരെ ആരോപണങ്ങൾ, പരാതികൾ ശക്തമായിരുന്നു. അത് NCBക്ക് അകത്ത് നിന്ന് തന്നെ വന്നു. ആ ഒരൊറ്റ കേസ് കൊണ്ട് അന്ന് തിളങ്ങി നിന്നിരുന്ന സമീർ വാങ്ഡെ ഒന്നുമില്ലാതായി പോയി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തെ അവിടെ നിന്നും ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ സീരീസിൽ അത് വളരെ ആക്ഷേപഹാസ്യപരമായിട്ടാണ് ബോളിവുഡിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും അതുപോലെ പല കേസുകളും എല്ലാം കാണിച്ച് പോകുന്നത്. അവിടെ ഈ സംഭവവും ഈ കേസും എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ സമീർ വാങ്ഡെയും NCBയും എല്ലാം തന്നെ ചിത്രീകരിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കേസ് ഹർജി നൽകിയിരിക്കുന്നത് ഇവിടെ ഡൽഹി കോടതിയിലാണ്, ഡൽഹി ഹൈക്കോടതിയിലാണ്. നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് സമീർ വാങ്ഡെ വ്യക്തമാക്കുന്നത്. പക്ഷേ അതൊരു പകപോക്കലായി കൂടിയാണ് എന്തായാലും സിനിമാ ലോകമടക്കം സമീർ വാങ്ഡെക്കെതിരെ ഈ സംഭവങ്ങളെയെല്ലാം, ഈ ഹർജിയെല്ലാം കാണുന്നത്.